ഇനി എന്തായാലും UDF-ലേക്കോ ഇനി അല്ല കോൺഗ്രസിലേക്കോ ഒന്നും പോകാൻ തന്നെയില്ല. നിലവിൽ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെച്ച ഒരു ഉപായം എന്ന് പറയുന്നത് ജോസഫിനോട് ഇടഞ്ഞു നിൽക്കുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ മോൻസ് ജോസഫുമായാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും പാർട്ടികളിൽ കൂടി കോൺഗ്രസിൽ നിൽക്കാനുള്ള അല്ലെങ്കിൽ UDF-ൽ നിൽക്കാനുള്ള സാധ്യതകൾ തുറക്കാമെന്നായിരുന്നു. പക്ഷേ അതൊന്നും സ്വീകരിക്കാൻ സജി മഞ്ഞക്കടമ്പിൽ തയ്യാറായിട്ടില്ല. പകരം എങ്ങോട്ടാണ് എന്നുള്ളതിന് സജി ഇപ്പോൾ കൃത്യമായി മറുപടിയും പറയുന്നില്ല. LDF-ലേക്കാണോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിലവിൽ മോൻസ് ജോസഫുമായുള്ള അഭിപ്രായ ഭിന്നതയിൽ അല്ലെങ്കിൽ ആ മുന്നണിയിലോ പാർട്ടിയിലോ പ്രവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തന മുന്നണി ഈ ചെയർമാൻ സ്ഥാനവും ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ച് നിൽക്കുകയാണ്. തുടർന്ന് UDF-ൻ്റെ നേതാക്കന്മാർ പലവട്ടത്തും ചർച്ചയും നടത്തിയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, മോൻസ് എൻ്റെ അപ്രമാദിത്വമുള്ള ആ മുന്നണിയിൽ നിന്നാൽ എനിക്ക് ഇനി അവിടെ സ്വൈര്യമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ UDF-ലേക്കുള്ള അല്ല തിരിച്ചുപോക്ക് എന്നുള്ളത് തൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 10-40 വർഷക്കാലം പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റമുണ്ടായപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ലീഡിംഗ് പാർട്ടികൾ പലതും എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ ആ മുന്നണിയിലോ ആ കക്ഷിയിലോ ചേരുന്നതിനുള്ള അവസരമുണ്ട് എന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഏതായാലും എൻ്റെ സഹപ്രവർത്തകരായ ആളുകൾ, ഞാൻ ആരോടും ആലോചിക്കാതെ പെട്ടെന്ന് ഞാൻ രാജിവെക്കുക ചെയ്തു. ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ സഹപ്രവർത്തക ആളുകളോടൊക്കെ ഒന്ന് വിളിച്ച് കൂടി ആലോചിച്ച് അവരുടെ കൂടി ഒരു തീരുമാനം ആഗ്രഹപ്രകാരമായിരിക്കും ഇനി ഞാനൊരു രാഷ്ട്രീയ പ്രവേശനം ഉണ്ടെങ്കിൽ ആ തീരുമാനം എടുക്കുന്നത്. കേരള കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിക്കൊപ്പം പോയി LDF-ലേക്ക് പോകാനാണോ ഡയറക്റ്റ് CPM-ലേക്ക് ഡയറക്റ്റ് വിളി വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ പോകാനാണോ താല്പര്യം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ജോസ് കെ മാണിയുടെ പാർട്ടിയിൽ നിന്നും അദ്ദേഹവുമൊക്കെ എന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പരസ്യമായി തന്നെ സ്വാഗതം ചെയ്തതിലേക്ക് സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെ വേണമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. മുഖ്യമന്ത്രി കാണുന്നുണ്ട്? ഇല്ല, ഒന്നും തീരുമാനം എടുത്തിട്ടില്ല. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, കാണാനുള്ള ഓഫറുണ്ട്. അല്ല, കാണണമെങ്കിൽ കാണാം എന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ അതിനുവേണ്ടി എനിക്ക് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. NDA ഓപ്ഷനിലുണ്ട്. അല്ല, പെട്ടെന്ന് ഒരു രാഷ്ട്രീയ പ്രവേശനം ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ രാഷ്ട്രീയ ജീവിതം ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അധ്വാനിച്ച് നിൽക്കുന്നതാണ്. ഇനിയിപ്പോൾ കുറച്ച് സമയം ഒരു റെസ്റ്റ് എടുക്കണം. എനിക്ക് എൻ്റേതായ ചില കാര്യങ്ങളിലേക്ക് കടക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നൊരു തീരുമാനം എടുക്കാത്തത്.